ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഒരുപാട് പണിയെടുക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കി തിന്നാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി ആട്ടോ അത്. നമ്മുടെ എഗ് അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും ഏർപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു 250 ഗ്രാമോളം ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എല്ലില്ലാത്ത ചെറിയ കഷ്ണങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏത് കഷ്ണമായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടൊന്ന് തിരുമ്മി വെക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സുർക്കയാട്ടോ, വിനാഗിരി 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയ ശേഷം അവിടെ അടച്ച് മാറ്റി വെക്കാട്ടോ. നമ്മൾ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിരിയാണി ആയതുകൊണ്ട് ഞാൻ കുഞ്ഞി അരിയാട്ടോ എടുത്തേക്കണേ. ജീരകശാല കൈമ റൈസ് ഒക്കെ എടുത്താൽ മതി, ബസ്മതി റൈസ് എടുക്കണ്ട കേട്ടോ. ഇതിന് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകി എടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുക. അത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. അതൊരു സമയം കുതിർത്തിയാൽ മതി. ഞാനിവിടെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തോരാന്നുള്ളത് ഇടുന്ന സമയത്ത് ഞാൻ പറയാട്ടോ. നമ്മുടെ അരിയും ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, 1 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ അരി. ഇതൊരു 1-2 പേർക്കൊക്കെ ഉള്ളത് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാടൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിന്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താട്ടോ ചിക്കനിലൊക്കെ. അടുത്തതായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ ഗീയുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബിസ്ത് റെഡിയാക്കാം. ഞാൻ സാധാരണ വെറുതെ ഉണ്ടാക്കുന്ന സമയത്ത് ബിസ്തി ഒന്നും റെഡിയാക്കലില്ല കേട്ടോ. ഇതിപ്പോ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് പിന്നെ മോള് ഡെക്കറേറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ത് റെഡിയാക്കി എടുക്കുന്നതാണ്. ഒരു സവാളയുടെ പകുതിയാണുള്ളത്, നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഓയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് പോരാ. സവാളയുടെ കളർ മാറി തുടങ്ങണ വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. മാറി തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വറുത്ത് പോരാട്ടോ. ഇതായിട്ടുണ്ട്, ഞാൻ കോരിയെടുക്കാണ്. അടുത്തതായിട്ട് കുറച്ച് കശുവണ്ടി പരിപ്പ് മുന്തിരിയും കൂടി വറുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാവരും മോള് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചോറിൽ ചിരി കിടക്കാന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ആണല്ലോ കടിച്ചു തിന്നാൻ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോർമലി സിമ്പിൾ ആയിട്ട് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തുടങ്ങി ചെയ്യാറുള്ളൂ കേട്ടോ. എണ്ണ ചൂടായ ശേഷം ബേ ലീഫ് 1 ഇട്ടെടുക്കാം. എന്റെ കുഞ്ഞി ബേ ലീഫ് ആയതുകൊണ്ടാണ് കേട്ടോ 2 ഇട്ടേക്കണേ. 1.5 ഇഞ്ച് പട്ട ഇട്ടെടുത്തിട്ടുണ്ട്, 4 കറിയാമ്പൂ, 3 ഏലക്ക. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 6-8 കുരുമുളകും കൂടി ഇട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ മുഴുവനായിട്ട് കിടക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ്. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ടെടുക്കാം. ഫ്ലെയിം ലോയിൽ വെച്ചാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വയറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വയറ്റിയ ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ ഒരു ബിരിയാണിയിലേക്ക് ഞാൻ ടോട്ടൽ ഒരു മീഡിയം സൈസ് സവാള ആട്ടോ എടുത്തിരുന്നത്. അതിന്റെ പകുതിയാണ് നേരത്തെ ബെസ്റ്റ് ഉണ്ടാക്കിയത്, ബാക്കി പകുതിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടെടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടിയ ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടെടുക്കാം കേട്ടോ. രണ്ടും ഓരോ ടീസ്പൂൺ വെച്ചാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി ഉണ്ടാവും, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ഉണ്ടാവും. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ടെടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടെടുക്കാം. ഞാൻ ഒരു പച്ചമുളക് ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. തീരെ എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് വരെ ആവാം കേട്ടോ. ഇനി ഒരിതള വേപ്പില, ഒരിതള കംപ്ലീറ്റ് ഇല്ല, ഒരു 5-6 ഇലയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഒപ്പം തന്നെ അരിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വയറ്റി കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ പാകാക്കിയ ശേഷം കുക്ക് ചെയ്തെടുക്കാം. വെന്ത ശേഷം ചിക്കൻ മാത്രമായിട്ട് മാറ്റിയെടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും പറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബിസ്തി ഒന്നും തയ്യാറാക്കാത്തപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യല്. ഇതിപ്പോൾ ബിസ്തി തയ്യാറാക്കിയോണ്ട് ഓയിൽ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, ഞാനത് മാറ്റിയൊന്നുമില്ല. ഇപ്പൊ ഇതിൽ കണ്ടില്ലേ നല്ലോണം ഓയിലുണ്ട്. അപ്പൊ അതിൽ തന്നെ ചിക്കൻ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതിനുശേഷം അരി ഇടുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം അപ്പുറത്തെ അടുപ്പിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മാറി അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടെടുത്ത് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അരി കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചെടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഇൻഗ്രീഡിയന്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് തിരിച്ചും ഓപ്ഷനിലാണ്. ഈ സംഭവം കൂടുതലാവാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 1/4 ടീസ്പൂണോളം മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എന്തോ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാട്ടോ. അത് ഇരുന്നുകൊണ്ട് ഞാനിത് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിന്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലതാണ്. ഇതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാലയും കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുത്താൽ മതി. അല്ല നിങ്ങളുടെ ബിരിയാണി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ളതും ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടിച്ച് നമുക്കിത് വേവിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് ഞാൻ വേവിച്ചത്. ചില കുക്കറിൽ 1 വിസിൽ മതിയാവും. അപ്പം നിങ്ങളുടെ കുക്കറിന്റെ വേവൊക്കെ അനുസരിച്ച് ഇതിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നൊടി ഇടയിൽ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒക്കെ കൂടി മിക്സ് ചെയ്ത് വേവിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ചിക്കൻ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചിക്കനൊക്കെ നല്ല എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മരിഞ്ഞുകൊണ്ട് ചിക്കനൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് കുഞ്ഞ് സവാള അരിഞ്ഞൊരു സാലഡും കൂടി ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബിസ്ത മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഇതെല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിട്ടാം. അപ്പൊ ഞാനിതൊന്ന് ഇച്ചിരി കഴിക്കട്ടെ കേട്ടോ.